ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വെ ചാനൽ. കന്നഡ ഭാഷയിൽ പുതുതായിട്ട് റിലീസ് ചെയ്ത ഒരു ചലച്ചിത്രമാണ് 45 അഥവാ 45. പ്രധാന വേഷത്തിലായിട്ട് രാജബി ഷെഡ്ഡി, ഉപേന്ദ്ര, ശിവരാജ്കുമാർ എന്നിവരാണ് എത്തുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അർജുൻ ജന്യാണ്. പുള്ളിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ് പുള്ളി. കൂടാതെ തന്നെ ഈ സിനിമയിൽ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂസിക് കമ്പോസറും കൂടെയാണ്. അതും കൂടാതെ ഈ സിനിമ കോറിട്ടനും കൂടെ ചെയ്തിരിക്കുകയാണ് അർജുൻ ജന്യ. മൊത്തത്തിൽ വകയിലും ആ സിനിമയുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അർജുൻ ജന്യ. സുരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രമേശ് റെഡ്ഡിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സത്യ ഹെഗ്ഡെയുടെ സിനിമാറ്റോഗ്രഫിയും ആൻഡ് കെ എം പ്രകാശിന്റെ എഡിറ്റിംഗുമാണ് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും സിനിമ ഒന്നും മനസ്സിലായില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതൊരു ഗോഡ്, ഡെത്ത്, അങ്ങനത്തെ കുറച്ച് സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ മിങ്കിൾ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു ഗരുഡ പുരാണം അങ്ങനത്തെ സോഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് മരണത്തിന് ശേഷം എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുന്നവർക്ക് മരണശേഷവും നല്ല കർമ്മങ്ങൾ ഉണ്ടാവും, നല്ല ഗുഡ് ഡീഡ്സ് ഉണ്ടാവും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു പടമാണ്. അങ്ങനെ ഒരു രാജബി ഷെഡ്ഡിയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. രാജബി ഷെഡ്ഡി ഇതിലൊരു എഞ്ചിനീയർ ആണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റലി ഒരു പട്ടീനെ തട്ടിയിടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നു. അതാണ് ആ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ആ ഒരു തുടക്കമൊക്കെ വരുന്നത് അങ്ങനെയാണ്. എങ്ങനെ അതിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ള ഇതുമായിട്ടായിട്ടും വരുന്നത്. ഒരു പട്ടി, അതായത് ഉപേന്ദ്ര ഒരു ഒരു യമനാണ്. യമൻ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു ഗോഡ് റിച്വൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ വരുന്നത്. അപ്പം ഉപേന്ദ്രയുടെ ഒരു പട്ടിയെ ഇടിച്ചിടുന്നു. പട്ടിയുടെ പേര് റോയ്സി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഉപേന്ദ്ര അത്രയും അമ്മയുടെ തുല്യം നോക്കുന്ന ഒരു പട്ടിയാണ്. കാരണം ഉപേന്ദ്ര ആ പട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഉപേന്ദ്ര നക്കി കുടിച്ചതിന് ശേഷമൊക്കെയാണ് പട്ടി കൊടുക്കുന്നത്. അത്രയ്ക്കും കെയർ ആയിട്ട് പോകുന്ന പട്ടിയെ എന്താ പറയുക, രാജബി ഷെഡ്ഡി ഇടിച്ചിടുന്നു. അതുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പടം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനും വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും തോന്നുന്നില്ല. ആൻഡ് പുള്ളി ഒരു ഇടയ്ക്ക് എന്താ പറയുക, ഉറങ്ങിയിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. പുള്ളി ഇങ്ങനെ വണ്ടിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മരിച്ചു പോകുന്നു. അപ്പോൾ മരിച്ചതിന് ശേഷമുള്ള 45 ദിവസം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പട ആണ് ഈ 45. അതാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ 45 എന്നും വരുന്നത്. പിന്നെ രണ്ട് സൈഡ് ഗുഡ് ബാഡ് എന്ന പോലെ യമനായിട്ട് ഉപേന്ദ്ര വരുന്നുണ്ട്. പിന്നെ ഒരു പ്രൊട്ടക്ടർ, ഒരു മെൻഡർ എന്ന നിലയ്ക്ക് ശിവരാജ് എണ്ണായും വരുന്നുണ്ട്. ഇതിൽ ശിവരാജ്കുമാറിന്റെ ആ ഒരു ഇൻട്രോയും സീനുകളും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ആ മ്യൂസിക്കും പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കൊള്ളായിരുന്നു. കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി ശിവരാജ്കുമാറിൻ്റെ ആ ഇൻട്രോയും അപ്പോഴുള്ള ആ മ്യൂസിക്കും പരിപാടികളൊക്കെ. പിന്നെ എനിക്ക് എന്തോ പടം ഫുള്ളായിട്ടങ്ങ് വർക്കൗട്ടൊന്നും ആയിട്ടില്ല. കാരണം അവർ എന്തൊക്കെയോ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേ ഗോഡ് റിച്വൽസ് മരിച്ചതിന് ശേഷം നടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് യമം വരുന്നു, ഇവിടെ നിന്ന് നല്ലൊരാൾ വരുന്നു, അങ്ങനെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ അങ്ങ് ഓവറോൾ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു പടത്തിൽ എന്തെങ്കിലും ഉണ്ടാകും. കാരണം ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ വെയ്ഫെയറും കൂടെ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതും കൂടെ ദുൽഖർ ഒന്നും കാണാതെ ഒരു സിനിമ എടുക്കില്ല എന്നുള്ളൊരു തോട്ടം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു തോട്ടിലും കൂടെയാണ് കണ്ടത്. എനിക്കെന്തോ ചിലപ്പം മിന്നുന്നതെല്ലാം പൊന്നല്ല, അല്ലെങ്കിൽ തൊടുന്നതെല്ലാം ജയിക്കുകയില്ല എന്നുള്ളതുണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എനിക്കെന്തോ പടം അങ്ങോട്ട് വർക്കൗട്ടായില്ല. ആൻഡ് പ്രകടനം വൈസ് നോക്കിയാലും ശിവരാജ്കുമാറിൻ്റെ പെർഫോമൻസ് മാത്രമേ കൊള്ളായിരുന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ശിവരാജ്കുമാറിൻ്റെ പെർഫോമൻസ് മാത്രമേ. ഏതും ടോപ്പ് പെർഫോമൻസ് ആയിട്ടും തോന്നിയില്ല, പക്ഷേ കൊള്ളാമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉപേന്ദ്രയുടെ സീനുകൾ വരുമ്പോൾ ഉപേന്ദ്ര ഒരു യമനാണ്. അതായത് ഈ ഇംഗ്ലീഷ് പടത്തിലെ ഒരു ഇതുമൊക്കെ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പടത്തിലെ ആ ഒരു ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല, മാഡ് മാക്സ് ഫ്യൂരി അങ്ങനെ ഏതൊരു സിനിമയിലൊക്കെ ഈ ബൈക്കിലൊക്കെ വലിയ സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു യമൻ്റെ അങ്ങനത്തെ സെറ്റപ്പൊക്കെ വെച്ചൊരു വലിയ മോഡിഫിക്കേഷൻ ബൈക്കിലൊക്കെ അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. യമനല്ലേ, അപ്പോൾ ഒരു ഫുൾ ഫിക്ഷൻ, ഒരു ഫാൻറ്റസി ടൈപ്പുള്ള ഒരു പടമായിട്ടാണ് ഈ പടം വരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും ഈ പടത്തിലൊന്നും തോന്നിയില്ല, സുഖവും തോന്നിയില്ല പടം കണ്ടപ്പം. എന്തോ പെർഫോമൻസ് ആയാലും രാജബി ഷെഡ്ഡിയുടെ പെർഫോമൻസ് ആയിരുന്നാലും ചിലപ്പം എല്ലായ്പ്പോഴും എല്ലാം വർക്കൗട്ട് ആവണമെന്നും ഇല്ലല്ലോ, ചിലപ്പോൾ അതായിരിക്കും. മൊത്തത്തിലും പെർഫോമൻസ് വൈസും എനിക്ക് മൂന്ന് പേരും നല്ല ആക്ടേഴ്സാണ്, ടാലൻ്റ് ഉള്ള ആക്ടേഴ്സാണ്. പക്ഷെ ഉപേന്ദ്രയുടെ സിനിമയിൽ കണ്ടുമടുത്ത പഴയ സിനിമയിലൊക്കെ എനിക്കൊരു ചീപ്പ് എന്നൊരു സോങ് ഉള്ളൊരു പാട്ടുണ്ട്, പഴയ പടമാണ്, ഉപേന്ദ്ര ഡയറക്റ്റ് ചെയ്തൊരു പടം. ഞാൻ അതിൻ്റെ പാട്ടിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ആ ഒരു ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ സെയിം ഇതുപോലെ ഈ സിനിമയിലും ഉണ്ട്.
മൊത്തത്തിൽ പിന്നെ VFXും കാര്യങ്ങളൊക്കെ അട്ടർ ഫ്ലോപ്പായിരുന്നു. നമ്മൾ വെട്ടി വെട്ടി ഒട്ടിച്ചതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് വലിയ രീതിക്ക് സിനിമാറ്റോഗ്രഫിയും ഒരുപാടൊന്നുമില്ല, കുറച്ചിടത്തിലൊക്കെ എനിക്ക് ഡള്ളായിട്ട് തോന്നി. പിന്നെയും കണ്ടിരിക്കാൻ സിനിമാറ്റോഗ്രഫിയൊക്കെ ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ബട്ട് എന്നാലും VFX കാര്യങ്ങളൊക്കെ വന്നപ്പം വളരെ ബോറായിട്ട് തോന്നി. ഒരുമാതിരി ഒട്ടി. പിന്നെ ചില സമയങ്ങളിൽ കുറച്ച് പടം അതിൻ്റെ അകത്തോട്ട് ഉൾക്കേറി, ആ ഒരു പുരാണത്തിൻ്റെ അകത്തോട്ട് ഉൾക്കേറി എന്തൊക്കെയോ മിങ്കിൾ ചെയ്തൊക്കെ പറയും. ചിലപ്പോൾ ആ പുരാണം സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കണക്ട് ആവാത്തതെന്നും എനിക്ക് അറിഞ്ഞോളാം. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞേക്ക്. മൊത്തത്തിൽ എനിക്ക് പടം വർക്കൗട്ടായില്ല. ശിവരാജ്കുമാറിൻ്റെ പെർഫോമൻസ് മാത്രമാണ് എനിക്ക് ടോട്ടലി പടത്തിൽ ഇഷ്ടപ്പെട്ടത്. ആ ഇൻട്രോ പരിപാടി, പിന്നെ ആ സെക്കൻഡ് ഹാഫിലുള്ള ഒരു ഫൈറ്റിങ് കാര്യങ്ങളും, പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഉപേന്ദ്രയുടെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു മോഡിഫിക്കേഷൻ വണ്ടിയിൽ വരുന്ന ആ സീനും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഉപേന്ദ്രയ്ക്ക് പട്ടിയോടുള്ള ആ ഒരു കെയർ, ആ ഒരു ഇഷ്ടം, അതായത് തൻ്റെ അമ്മയെ പോലെ. അതായത് ഞാൻ പറഞ്ഞില്ല, ആ പട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഉപേന്ദ്ര ആ പാലൊക്കെ കെയർ ചെയ്ത് നോക്കി ഉപേന്ദ്ര ടെസ്റ്റ് ചെയ്തതിനു ശേഷം പട്ടി കൊടുക്കുന്നത്. ആ പട്ടിയായിട്ടാണ് രാജീവ് ബി ഷെട്ടി വണ്ടി ഇടിക്കുന്നത്. അപ്പോൾ ഉപേന്ദ്രക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഒരു പുരാണ ടൈപ്പ്. മരിച്ചതിന് ശേഷം 45 ദിവസം എന്ത് സംഭവിക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകി കളയാവോ, അങ്ങനത്തെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ, റിലീജിയസും ഫിക്ഷനും ഒരു ഗോഡ് റിച്വലും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ പടം എനിക്ക് വർക്കൗട്ടായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടുമില്ല. കാരണം ഒരു സജസ്റ്റ് ചെയ്യാനുള്ള ഒരു പടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഇത് ഓവറോൾ എനിക്ക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം സിനിമ. പിന്നെ മൊത്തത്തിലൊരു സുഖമൊന്നുമില്ല, നമ്മളിങ്ങനെ എടുത്ത് പറയാനും പിടിക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു നൈസ് പരിപാടികളും കാര്യങ്ങളൊക്കെ, അതാണ് എനിക്ക് 45 ആയിട്ട് തോന്നിയത്.